ഹായ് എവ്രി വൺ, എല്ലാവർക്കും ഷിവാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലെ വീക്കെൻഡിൽ വേറെ ഒരു ട്രക്കിൻ്റെ വിശേഷങ്ങളാണ്. അപ്പൂപ്പന്താടീൻ്റെ കൂടെ നമ്മൾ പെരിയാർ ബോർഡർ ട്രക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നു. ഇത് തേക്കടിയിലാണ്. പിന്നെ ഇവിടെ ഗ്രീൻ സോൺ എന്ന് പറയുന്ന ഒരു സ്റ്റേ ആണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റേ ആയിരുന്നു. കേൾക്കില്ലേ കിളീൻ്റെ സൗണ്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി വന്നു. ക്യാമ്പ് ഫയറും വർത്താനും അതൊക്കെയായി ഇന്നലത്തെ ദിവസം കഴിഞ്ഞു. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ ട്രക്കിന് പോവാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രക്കാണ്. കാരണം കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നു. മോഡറേറ്റ് ട്രക്കാണ്. 2 ഗ്രൂപ്പായിട്ട് 5 പേരായിട്ടാണ് കൊണ്ടുപോവുക. ഒരു ഗൺമാൻ അടക്കം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെയാണ് ഡീറ്റെയിൽസ്. ബാക്കി നമുക്ക് പോകെ നോക്കാം. ഇന്നലെ വൈകുന്നേരം വരുന്ന വഴിയൊക്കെ മഴയായിരുന്നു. അപ്പോൾ ഇപ്പം കുറച്ച് നല്ല കാലാവസ്ഥയാണ്. ഇനി ട്രക്കിന് നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലാണല്ലോ പോണേ. അപ്പം ചൂടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നല്ല ഒരു ട്രക്ക്, ഫുൾ ഡേ ട്രക്കാണ്, മോർണിംഗ് ടു ഈവനിങ്. അത് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാവരും റെഡിയായി വണ്ടി കയറാൻ നോക്കുകയാണ്. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ട്രാവൽ ആരംഭിച്ച് ഒരു ലോങ് 6-7 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷേ വരുന്ന റൂട്ടൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കുറേയധികം തേയില തോപ്പുകളും ഒക്കെ ആയിട്ട് ഒരുപാട് ഹെയർ പിൻ കേർവ്സ് കയറി ഇങ്ങനെ മുകളിലോട്ട് പോയി അത്രയും ദൂരം ട്രാവൽ ചെയ്ത് എത്തിയത് ഈ സ്റ്റേയിലേക്കാണ്. ഇവിടെ ഹട്ടും അതുപോലെ തന്നെ നല്ലൊരു ഹോം സ്റ്റേ പോലെയുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയായപ്പോൾ ഭയങ്കര രസമായിരുന്നു. നൈറ്റ് വ്യൂവും കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് ഒരു ഗുഹ പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ ഉള്ള ഒരു ആംബിയൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന ഉടനെ വന്ന ക്ഷീണമൊക്കെ മാറ്റി ഒന്ന് കുളിച്ചൊക്കെ റെഡിയായി കുറച്ച് നേരം സംസാരിച്ച് നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് നാളെ രാവിലെയുള്ള ട്രക്കിന് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റോടുകൂടിയാണ് കിടന്നുറങ്ങിയത്. നെക്സ്റ്റ് ഡേ ട്രക്ക് സ്റ്റാർട്ട്. ഞങ്ങൾ 5 പേര് ഇവിടെ ഇറങ്ങി. ഞങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പ് 5 പേരാണ് പോകുന്നത് ട്രക്കിന്. എല്ലാവരും റെഡിയായി. എവിടെ ലീച്ച് കവറടക്കം ഫുൾ ഓപ്പറേഷൻ സെറ്റപ്പിലാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ടാണ് ബാക്കി ഡീറ്റെയിൽസും ഇതൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം ആ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. റെഡിയല്ലേ? ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ബാംബൂ റാഫ്റ്റിംഗ്, ബോർഡർ ഹൈക്കിംഗ്, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ജംഗിൾ ക്യാമ്പ്, പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒരു ഫുൾ മാപ്പ്. എവിടെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ കൊടുക്കേണ്ടതും ഡീറ്റെയിൽസൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ട സ്ഥലം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാം. ട്രക്കിങ് തുടങ്ങി കുറച്ച് ദൂരം നടന്നു. ഇവിടെ ഒരു ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പോൾ ഇനി പോകുന്നത് നമുക്ക് ഈ റൂട്ടിലേക്കൂടിയല്ല, ഈ റൂട്ടിലേക്കൂടിയല്ല. അപ്പോഴത്തേക്ക് ഏകദേശം ആ വഴി വരേണ്ട അവസ്ഥയായിട്ടുണ്ടാവില്ലേ. ആരൊക്കെയോ നടന്നു പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ കാണാനുണ്ട്. ഇതിന് നേരെ എനിക്കത് കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഉണങ്ങി അതിൽ മലയെണ്ണാൻ നിൽപ്പുണ്ട്. അവരങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ. അത് സൗത്ത് അമേരിക്കൻ സൗത്ത് അമേരിക്കൻ എന്താണ് കമ്മൽ ചെടി ഇനി അതും കൂടെ കഴിച്ചിട്ട് ബേഡ്സിനൊന്നും കൊടുക്കില്ലേ? അതുകൂടെ പക്ഷികൾക്ക് കൊടുക്കൂല. നടന്നു പോയി
എന്തോ എത്ര ദിവസം എത്ര സമയം അതിന്റെ അറിയില്ല. അതിൻ്റെ ഒരു മെഷർമെൻ്റ് ഒക്കെ ഉണ്ട്. അതിന് എന്താ ഇതാവുക? ഇത് നമ്മൾ അളവൊക്കെ എടുത്തിട്ട് നമ്മളിത് എത്ര ദിവസം കൊണ്ട് നമ്മളിത് ഡീക്കേ ചെയ്യുന്നു, ഡീക്കേ എന്ന് പറയാം. അപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ഇത് ഡീക്കേ എന്നിട്ട് അതുവഴി അതിനിടെ ആരോഗ്യവും ഇതിന്റെ സൈസ് നോക്കിയിട്ട് നമ്മൾ കണ്ടു. നല്ല കയറ്റം കയറാനുണ്ട്. ഒരു 1.5 മണിക്കൂറായി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. നല്ല ഒരുപാട് കിളികളെ കണ്ടു. നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ? വെള്ളം പോകുന്ന ഇവിടെ ഇവിടെ താഴ്ന്ന ബ്രേക്ക്ഫാസ്റ്റും വെള്ളവും ഫ്രൂട്ട്സും ഒക്കെ അവിടെ നിന്ന് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ബാഗിലുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞാൽ ഒരു നല്ല പോയിന്റിൽ നിർത്തി നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ബാക്കി നടത്തും. ഈ മരത്തടി വേണമെങ്കിൽ ചാടി കടക്കാവുന്നതാണ്. വെള്ളത്തിന് ഇങ്ങനെ വളഞ്ഞു പോകണം. വേണ്ട, വളഞ്ഞു പോവാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇവിടെ. ഈ പാറപ്പുറത്താണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് നല്ല കയറ്റമുണ്ട്. അത് കിട്ടിയില്ല. ഒന്നുകൂടെ അതെ അതെ. We are having our breakfast. Yes. So what do we have for breakfast? Bread. Sandwich. Bread മാത്രം. A sandwich. എങ്ങനെയുണ്ടായിരുന്നു ഇതുവരെ ഇല്ല നടത്തം? എങ്ങനെയുണ്ടായിരുന്നു പറയും? Guys, നടത്തം കുറച്ച് കഠിനമായിരുന്നു. കഠിനമായിരുന്നു. ലക്ഷ്മി ചേച്ചി ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊരു നല്ല കയറ്റം കയറി. നല്ല കുറച്ച് പാടായിരുന്നു. ഒരു ട്രെക്കിംഗ് പോൾ വേണം. ഞാൻ ഒരു സ്റ്റിക്കാണ് എടുത്ത്. കാരണം ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ കയറുന്നിടത്ത് നല്ല സ്റ്റീപ്പാണ്. അപ്പം നമുക്കൊന്നും പിടിക്കാനും ഇല്ല. അപ്പം കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഇത് ഹോൾഡ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ കയറാൻ എളുപ്പമാണ്. ഇപ്പോൾ കയറി ഒരു കാട് കഴിഞ്ഞ് ഒരു പച്ച പരവതാനിയുള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. മെഡോസ് പോലത്തെ ഒരു സ്ഥലം. ആക്ഷൻ. എഴുകുമേട് എന്ന് പറയുന്ന സ്ഥലമാണിത്. എഴുകുമേട്. ഇപ്പം നവംബറിലൊക്കെ വരുമ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ് കാണാം, മിസ്റ്റ് കാണാം. ഇപ്പോൾ അതൊന്നുമില്ല, കുറച്ചൊക്കെ ഉണങ്ങി. ഇനി കുറച്ച് കഴിഞ്ഞാൽ നീ അഭിനയിക്കേണ്ടി വരില്ല. അപ്പൊ ഇപ്പഴാണ് കറക്റ്റ് ആയിട്ടുള്ളതാ. വീട്ടിൽ കൊണ്ടും പറ്റത്തില്ലല്ലോ. എന്തിനാ പല്ല് വീട്ടില് എന്തായാലും തന്നെ കാണും, എങ്ങും പോയില്ല. വേറൊരു മൃഗങ്ങൾ അതിനെ വന്ന് എടുക്കൂല. കടുവ പിടിച്ചിട്ടാണെങ്കിൽ വേറൊന്നും വന്ന് എടുക്കൂല. ഓ, പേടിയാ. എന്റെ റിസർവ്ഡ് ഇതിലാണ്. എന്നിട്ട് ഇത് കരടി വെളിയിൽ എടുത്തിട്ട് ഇത് പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് ഇതിനുള്ളിൽ ഇത് കഴിക്കും. കരടിക്ക് എങ്ങനെ അറിയാം ഇതിനകത്താണ്? അവർക്ക് സ്മെല്ല് മണം. ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്?
ഇതിനുള്ളിൽ ചില ബീറ്റിൽസ് ഉണ്ട്. അപ്പൊ അതിന് കരടി ഇത് പൊട്ടിച്ചിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ല കരടിയുടെ പൂപ്പ, അതിനകത്ത് മണ്ണുണ്ടെന്നല്ലോ, ഇതുപോലത്തെ ഇങ്ങനെ ഇത് കഴിക്കുമ്പോഴാണ് മണ്ണ് വീഴുന്നത്. അപ്പൊ നമുക്ക് ഈ ഹോള് വഴി പുറത്തേക്ക് പോവാം. പുലി പോകുന്ന വഴിയാന്നല്ലോ പറഞ്ഞ. പുലിയും കടുവയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, കാരണം അവരുടെ കാൽപ്പാടൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ രാത്രി ഇവിടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലമായിരിക്കും. ഇനി വേണ്ടല്ലോ, ശരി കിട്ടി. അങ്ങോട്ട് നോക്കി എന്നിട്ട് ബാക്കിൽ അതെ ഞാൻ ഇതിന്റെ മുകളിൽ പോയി നിൽക്കാൻ. പോലെ ഇരിക്കും, കുറച്ചുകൂടെ ഹൈറ്റ് ഒക്കെ ഉള്ള, കുറച്ചൊരു ആനിസ് ലുക്കുള്ള. ഞാൻ കണ്ടില്ല. ഗ്ലാസ് വാങ്ങി നന്നായില്ല. കിട്ടിയോ? അതൊന്ന് ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ട് അടുത്ത് നല്ലൊരു ഇറക്കമുണ്ട്. കുറച്ച് നല്ല പാടുന്നുണ്ട് അങ്ങോടെത്താൻ. ഇതാണ് ഞങ്ങളുടെ ലഞ്ച് സ്പോട്ട്. ലഞ്ച് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അത് നമ്മൾ മുകളിൽ നിന്ന് കണ്ട ഡാമിൻ്റെ ബാക്ക് വാട്ടറിൻ്റെ അതിൻ്റെ അവിടെ വന്ന് അതിൻ്റെ സൈഡിലുള്ള അവിടെ നിന്ന് വെള്ളം ഭക്ഷണമൊക്കെ കഴിച്ചു. പാക്ഡ് ലഞ്ച് ആൻഡ് ദെൻ വി സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഇതാണ് ക്യാമറ ട്രാപ്പ്. ഒരു CCTV ക്യാമറ വെക്കുന്ന പോലെ ഒരു സർവൈലൻസ് ക്യാമറ ഇങ്ങനെ കാണാം. മലയാണ്. ഇത്ര ഉയരത്തിലാണ്